എല്ലാവർക്കും ലോകത്തിലുള്ള ജീവിച്ചിരിക്കുന്ന ഭൂഖണ്ഡത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ നിലകൊള്ളുന്ന ആ ഈശ്വരാംശമായിട്ടുള്ള ആ പരമാത്മാവിനെ സ്മരിച്ചുകൊണ്ട് ലോകത്തിലുള്ള സർവ്വജീവജാലങ്ങളുടെയും ഉള്ളിൽ നിലകൊള്ളുന്ന ആ ഈശ്വരാംശത്തെ സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരാത്മപ്രണാമം. കേൾക്കണം കൂട്ടരെ ഈ കാവ്യം, ഈ മഹാകാവ്യം എന്ന തലക്കെട്ടോടുകൂടി ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇതിൻ്റെ സമയം കുറച്ച് വർദ്ധിച്ചു വന്നതുകൊണ്ട് അത് വേറെ ഒരു ഖണ്ഡികയായി മാറ്റി രണ്ടാമത്തൊരു വീഡിയോയുമായി പരിചയപ്പെടുത്തുന്നു. ഏവരും ഓർക്കണം, ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. ആ പ്രക്രിയ മനുഷ്യൻ ജനിക്കുന്നു, മനുഷ്യൻ ജീവിക്കുന്നു, വളരുന്നു, മനുഷ്യൻ മരിക്കുന്നു. ജനിച്ചത് അച്ഛൻ മൂലമാണ് ജനിച്ചിട്ടുള്ളത്. അമ്മ മൂലം ജനിപ്പിക്കുന്നു, അമ്മ പ്രസവിക്കുന്നു. അച്ഛൻ ജനിപ്പിക്കുകയും അമ്മ ഭൂമിയിലേക്ക് ജനിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ മാതാവിൻ്റെ കഠിന പ്രയത്നം കൊണ്ടും അച്ഛൻ്റെയും പ്രയത്നം കൊണ്ടും നമ്മളാകുന്ന മക്കളെ അഴുകിയതും പഴകിയതുമായിട്ടുള്ള നമ്മുടെ നാസാദ്വാരങ്ങളിൽ കൂടെ പോകുന്ന, ശരീരത്തിൽ നിലകൊള്ളുന്നതായിട്ടുള്ള ദ്വാരങ്ങളിലൂടെ പോകുന്ന മലവും മൂത്രവും മൂക്കിൽ നിന്നും വായിൽ നിന്നും കണ്ണിൽ നിന്നും കാതിൽ നിന്നും പോകുന്ന മലമാലിന്യങ്ങളെ എല്ലാം തുടച്ചും വൃത്തിയാക്കിയും മാലിന്യങ്ങളെ നീക്കിയും നമ്മളെ മിനിക്കുകയും അമ്മ നമ്മളെ വളർത്തുകയും പോറ്റുകയും ചെയ്തുകൊണ്ടാണ് നമ്മളെ ഇപ്രകാരമുള്ള ഒരു പുഷ്ടിയുള്ള മക്കളായി അവർ ഉയർത്തുന്നത്. അങ്ങനെ അവർ ഉയർന്നു വരുമ്പോൾ അവരമ്മനെ ബഹുമാനിക്കുവാനും അച്ഛനെ ബഹുമാനിക്കുവാനും അച്ഛൻ്റെ കൂട്ടുകാരെ, അച്ഛൻ്റെ കൂടപ്പിറപ്പുകളെ ബഹുമാനിക്കുവാനും അമ്മയുടെ കൂടപ്പിറപ്പുകളെ ബഹുമാനിക്കുവാനും അവരുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുവാനും പഠിപ്പിച്ചിട്ട് തന്നെ വേണം വളർത്തുവാൻ. ഇന്നലെ എങ്ങനെ വളർത്തി എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. ഇന്ന് നമ്മൾ വളർത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. അവർക്ക് നേരറിഞ്ഞിട്ടുള്ള ജീവിത മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകുവാനായിക്കൊണ്ടുള്ള കഴിവ്, ഇന്ന കഴിവിലൂടെ മാത്രമേ മക്കളെ നിങ്ങൾ നേടിയെടുക്കാവൂ, നേട്ടമുണ്ടാക്കാവൂ എന്ന് മക്കളെ പറഞ്ഞു പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള നല്ല അനുഷ്ഠാന ദാനധർമാദികളുടെ ദാനശീലരായി മക്കളെ നമ്മൾ ഓമനിച്ചും താലോലിച്ചും തലോടിയും മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള വേണ്ടാത്തതായിട്ടുള്ള വസ്ത്രധാരണയോ ഭക്ഷണ കഴിക്കുന്ന ശീലങ്ങളിലേക്കോ മയക്കുമരുന്ന് പോലെയുള്ള മനുഷ്യകുലത്തെ മുടിക്കുന്ന, മനസ്സിനെ മുടിക്കുന്ന, ശരീരത്തെ തളർത്തുന്ന അല്പസമയത്തെ ഒരു സുഖത്തിന് വേണ്ടി അവർ അപ്രകാരമുള്ള നടപടിയിലേക്ക് പോകാതിരിക്കുന്നുള്ളൊരു ഉദ്ധാരണം അവരുടെ കുഞ്ഞു മനസ്സിലുകൾ നമ്മൾ വളർത്തിയെടുത്ത് അവരെ വലുതാക്കേണ്ടതുണ്ട്. സ്വർഗത്തിലും നരകത്തിലും നമുക്ക് നമ്മളെ മനസ്സിനെയും ശരീരത്തെയും ക്ഷീണിപ്പിക്കുന്ന, തളർത്തിയിടുന്നതായിട്ടുള്ള മയക്കുമരുന്നും മദ്യവും
അത് സ്വർഗത്തിലും നരകത്തിലും വിവർജിക്കേണ്ടതാണ്. അത് സ്വർഗത്തിലും കിട്ടില്ല, നരകത്തിലും കിട്ടില്ല. എവിടെ നിന്ന് അത് കിട്ടിക്കഴിഞ്ഞാലും, ഭൂമിയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാലും, സ്വർഗത്തിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാലും, നരകത്തിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാലും മയക്കുമരുന്നുകൾ ഒരിക്കലും ഒരു മനുഷ്യനെയും പ്രശോഭിപ്പിക്കുന്നില്ല. എങ്കിൽ ഏതൊരു മനുഷ്യൻ്റെയും പ്രഭ നശിക്കുന്നതിനെ എന്നുള്ളതറിയണം. അപ്രകാരമുള്ള വാക്കുകളും വാചകങ്ങളും നമ്മുടെ വളർന്നു വരുന്ന സമൂഹത്തിന് നൽകിക്കൊണ്ട് നമ്മുടെ മാതാപിതാക്കളും രക്ഷിതാക്കളും മക്കളെ വളർത്തേണ്ടതായിട്ടുണ്ട്. ഒരു കുഞ്ഞു പോലും വിദ്യാർത്ഥികളായിരുന്നാലും ഏതു സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരായി കഴിഞ്ഞാലും കോളേജ് തലങ്ങളിലും സ്കൂൾ തലങ്ങളിലും ചെറിയ ക്ലാസ്സുകളും LKG മുതൽ UKG മുതൽ അംഗനവാടികളിൽ മുതൽ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത് കഴിച്ചാൽ ഇന്ന ദോഷമാണെന്നും ഇന്നത് കഴിക്കുന്നതിൻ്റെ ദോഷം ഇന്നതാണെന്നും അവർ വളർന്നു വരുന്ന സാഹചര്യത്തിൽ തന്നെ അവരെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അവരെ പരിചയസമ്പന്നരായിട്ടുള്ള ആയതുമൂലം നശിക്കുന്നവരെയും നശിപ്പിച്ചവരെയും പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് ഫോട്ടോകളിലൂടെയോ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെയോ ഇങ്ങനെയാണ് ഇവരുടെ ജീവിതം ഇഴഞ്ഞു നീങ്ങുന്നത്, ഒരു കാരണവശാലും ഇപ്രകാരമുള്ള ഒരവസ്ഥയിലേക്ക് എൻ്റെ മക്കൾ പോകരുതെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ ശീലിപ്പിച്ചു നന്മയുടെ മാത്രം വളരുവാനായിക്കൊണ്ട് അവരെ നമ്മൾ പ്രതിജ്ഞാബദ്ധരാക്കണം. അവർ മനുഷ്യനെന്നുള്ള ധാരണയോടുകൂടി നമ്മുടെ സമൂഹത്തിൽ വളർന്ന് നല്ല മനുഷ്യരായി ജീവിച്ച് നല്ല മനുഷ്യരായി അവർ വളർന്ന് അവർ നല്ല മനുഷ്യരായി തന്നെ ഇവിടുന്ന് വിട്ടുപോകണം. ഇന്ന് പോയവരും നാളെ വരാനുള്ളവരാണെന്ന് എല്ലാവരും തിരിച്ചറിയണം. അവർക്ക് ആത്മീയമായിട്ടുള്ള തലത്തിൽ മതങ്ങളെ മാറ്റി നിർത്തി ആത്മീയമായിട്ടുള്ള ഒരു തലം അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് അപ്രകാരമുള്ള ഒരു ബോധം അവരിൽ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ നമ്മുടെ ഈ പ്രക്രിയ, മനുഷ്യൻ എന്ന വളർച്ചയിലൂടെ വളരുന്ന പ്രക്രിയ, തുടർന്ന് കൊണ്ടിരിക്കുന്ന ഈ പ്രക്രിയ എപ്രകാരമാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. അവരച്ഛനെയും അമ്മയെയും ബഹുമാനിക്കുന്നത് പോലെ അവരുടെ പിൻഗാമികളെയും അവർ ബഹുമാനിച്ച് നല്ല നന്ദിയുള്ള മക്കളായി, മരുമക്കളായി, പേരക്കിടാങ്ങളായി അവരങ്ങനെ വളരണം. അവരുടെ വളർച്ച നല്ലതായിരുന്നു കൊണ്ട് അവരിൽ നിന്നുണ്ടാകുന്ന മക്കളും നല്ലതായി വളർത്തുവാനുള്ള ശീലം അവരിൽ താനെ അറിയാതെ വന്നു ചേരും. അങ്ങനെ അജ്ഞതയുള്ള ഒരു സമൂഹത്തിൽ നിന്നും നമ്മൾ വിജ്ഞാനമുള്ളവരായി മാറണം. എല്ലാ അടിസ്ഥാനത്തിലും എല്ലാ തലങ്ങളിലും നല്ല വിജ്ഞാനപ്രദമായിട്ടുള്ള വാക്കുകളും വാചകങ്ങളും അപ്രകാരമുള്ള വിഷയങ്ങളും ഉണ്ടാവണം. അങ്ങനെ നല്ല പ്രബോധനങ്ങളുണ്ടാവണം. അത് മതമല്ല, രാഷ്ട്രീയമല്ല, മനുഷ്യ സമൂഹത്തിൽ നിന്നും ഇത്രയും തരത്തിലുള്ള വാക്കുകളും പരിചയപ്പെടുത്തലുകളും ഉണ്ടാകണം. അതിലൂടെ മയക്കുമരുന്നിൻ്റെയും ഉപയോഗത്തിലൂടെയും വിൽപ്പനയിലൂടെയും നടക്കുന്നവരെ കണ്ടെത്തി അവരെ പുനരുദ്ധരിപ്പിക്കുവാനായിക്കൊണ്ടുള്ള മാർഗങ്ങൾ എല്ലാ തരത്തിലും എല്ലാ മേഖലകളിലും വളർന്നവരിത് വരേണ്ടതായിട്ടുണ്ട്. അവരിലുള്ള അജ്ഞതയെ കണ്ടെത്തി ഇത് അജ്ഞത കൊണ്ട് ചെയ്യുന്നതാണ്, ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്, അങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുത്തി പരിചയമുള്ളവരാക്കി അവരെ നല്ലവരായി മാറ്റുവാനായിക്കൊണ്ടുള്ള അവർക്ക് വേണ്ടതായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരെ വേറൊരു മേഖലയുമായി ബന്ധപ്പെട്ട് മനുഷ്യകുലത്തിന് ഉതകുന്നതായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജോലിയുമായി ബന്ധിപ്പിച്ച്, ചെറിയൊരു ജോലിയായിരുന്നാലും അതുമായി ബന്ധിപ്പിച്ച് അവരതിലൂടെ വളരുവാനായിക്കൊണ്ടുള്ള സഹായം മനുഷ്യകുലം ആയതിനുള്ള എല്ലാ സഹകരണവും എല്ലാവരും ചേർന്ന്
നടത്തിക്കൊള്ളണം. അശുദ്ധമായിട്ടുള്ള കൂട്ടുകെട്ടുകളും ചിന്തകളും എല്ലാവരുടെയും മനസ്സിൽ നിന്നും മാഞ്ഞു പോകണം. അഹങ്കാരവും വിദ്വേഷവും അഹന്തയും എല്ലാം നമ്മളിൽ നിന്നും വേരറ്റ് പോകേണ്ടതായിട്ടുണ്ട്. നല്ലതായിട്ടുള്ള ചിന്തകൾ നമുക്ക് ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. കാരുണ്യവും കരുണവും ദയാവായ്പും എല്ലാം നമ്മളിൽ വളർന്നു വരേണ്ടതായിട്ടുണ്ട്. അശുദ്ധമായിട്ടുള്ളൊരു ചിന്തയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടവരല്ല. നമ്മൾ ശാരീരികപരമായും മാനസികപരമായും നമ്മൾ ശുദ്ധരാകേണ്ടവരാണ്. നമ്മളെ ശുദ്ധീകരിച്ചേ മതിയാവും. വളർന്നു വരുന്ന തലമുറ നമ്മുടെ ശുദ്ധിയും നമ്മുടെ ധൈര്യവും കാരുണ്യവും കണ്ട് അവരും ആനന്ദത്തോടു കൂടി വളരട്ടെ, സ്നേഹത്തോടു കൂടി വളരട്ടെ. അവർ സ്വൈര്യത്തോടു കൂടി ജീവിക്കട്ടെ. അക്രമവും അനീതിയും അഹങ്കാരവുമില്ലാത്തതായിട്ടുള്ള ഒരു നാട്, ഒരു രാജ്യം, ഈ ഭൂഖണ്ഡം മുഴുവനും വളരട്ടെ, ഉയരട്ടെ. അശുദ്ധമായിട്ടുള്ള എല്ലാ പ്രവൃത്തികളിൽ നിന്നും മതപരമായിരുന്നാലും രാഷ്ട്രീയപരമായിരുന്നാലും ഭൗതികപരമായിരുന്നാലും ഏത് തലങ്ങളിലായിരുന്നാലും അശുദ്ധമായിട്ടുള്ള സർവ്വ പ്രവൃത്തികളും ഏവരും അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ അശുദ്ധിയോടുകൂടി നടക്കുന്നവർ, അശുദ്ധി എന്നാൽ അവരവർ ചെയ്യുന്ന കർമ്മങ്ങൾ മനുഷ്യകുലത്തിനോ ജീവികളുടെ കുലത്തിനോ പ്രകൃതിക്കോ പ്രപഞ്ചത്തിനോ വായുവിനോ ദോഷകരമായി ഭവിക്കുന്ന നിയമം അനുശാസിക്കുന്നതല്ലാതായിട്ടുള്ള എല്ലാ പ്രവൃത്തികളും മനുഷ്യൻ്റെ അശുദ്ധിയെ സൂചിപ്പിക്കുന്നു. മനുഷ്യൻ്റെ മനസ്സിനെയും ശരീരത്തെയും അത് അശുദ്ധനാക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യൻ ഭൗതികപരമായും ശാരീരികപരമായും ആത്മീയപരമായും അശുദ്ധനാകുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഏതൊരു മനുഷ്യൻ്റെയും അശുദ്ധി. കള്ളനാകുന്നതും കക്കുന്നതും കുറ്റം പറയുന്നതും കുറ്റപ്പെടുത്തലുകളും അശുദ്ധിയുടെ ലക്ഷണങ്ങളാണ്. മറ്റുള്ളതൊന്നും അശുദ്ധിയല്ല, അതെല്ലാം ശുദ്ധിയാണ്. ഒന്നും കൂടി പറയുന്നു, സ്ത്രീകളിൽ ഉണ്ടാകുന്ന മാസക്കുളി അല്ലെങ്കിൽ ആർത്തവം അത് അശുദ്ധമാണെന്ന് പറയുന്ന ആ വാക്കാണ് അശുദ്ധി എന്നു സത്യം അറിഞ്ഞുകൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്ത്രീകളിൽ ഉണ്ടാകുന്ന ജനിതകപരമായി ഉണ്ടാകുന്ന ഒരു പ്രക്രിയ അതൊരിക്കലും അവരെ അശുദ്ധിയാക്കുന്നില്ല. അവർ ശുദ്ധരാണ്. ഒരു മാനസികപരമായും ശാരീരികപരമായും ശുദ്ധത ഉള്ളവർ തന്നെ. അവരിൽ നിന്നും ഒരു ശുദ്ധിയും എങ്ങോട്ടും പോകുന്നില്ല. അവർ ശുദ്ധർ തന്നെ. പക്ഷേ അവർക്ക് ചില മാനസികപരമായിട്ടുള്ള വൈകല്യമുണ്ടാക്കുന്ന, ശാരീരികപരമായിട്ട് വൈകല്യമുണ്ടാക്കുന്ന ആ ഒരു പ്രക്രിയ അവരിൽ മാത്രമേ, അവരെ മാനസികപരമായിട്ടുള്ളൊരു വിഷമം ഉൾക്കൊള്ളുന്നത് കൊണ്ട് അവർക്ക് വിശ്രമവും അവർക്ക് ആ സമയത്ത് ഒരു സ്വസ്ഥമായിട്ടുള്ള ഒരവസ്ഥയും വേണ്ടതാകുന്നു. അപ്രകാരമുള്ളൊരു മാറ്റമേ ആയ സന്ദർഭങ്ങളിൽ അവരിൽ കാണേണ്ടതുള്ളൂ. അവർക്ക് ആ സമയത്തും ഏത് തരത്തിലുള്ള ചിന്തകളാണെങ്കിലും ഒരു മതപരമായിട്ടുള്ള ഏത് പറയണമെങ്കിലും അവർ അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല. എങ്കിലും ഇന്ന് ആരാധിച്ചു പോരുന്ന പല ക്ഷേത്രങ്ങളിലും, കുടുംബക്ഷേത്രമായിരുന്നാലും ദേശക്ഷേത്രങ്ങളായിരുന്നാലും നാട്ടിലുള്ള ക്ഷേത്രങ്ങളായിരുന്നാലും അവർക്ക് ആ സമയത്ത് യാത്ര ചെയ്യുവാനോ അപ്രകാരമുള്ള ഒരു ആലയത്തിലേക്ക് പോകുവാനോ അവർക്ക് സാധ്യമാകാത്തൊരവസ്ഥ അവരിൽ നിലകൊള്ളുന്നതാണ്. അപ്രകാരമുള്ള പ്രക്രിയ നടക്കുന്നതുകൊണ്ട് അതിനുള്ളൊരു അസൗകര്യം അവരിൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അവരെ മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ളത്. അവരിലും ആ സമയത്തും ഈശ്വരാംശം നിലകൊള്ളുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് അവരെ ആക്രമിക്കുകയോ അവരെ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നത് ഏറ്റവും വലിയ കൊടും പാതകമാണെന്ന് അറിയണമെന്നാണ്. പാപമായിട്ടുള്ള ഒരു വിഷയമാണ് ആയതെന്നറിയണം. ആ സമയത്ത് അവരെ ഭർത്താവിൻ്റെ ചില ഭർത്തൃപരമായിട്ടുള്ള വിഷയങ്ങളോടുകൂടി അവരെ കാണരുത് എന്ന് പറയുന്ന അപ്രകാരമായിട്ടുള്ള ഒരു വികാരികമായിട്ടുള്ളൊരു
പ്രക്രിയ ആ സമയത്ത് അവരുടെ മേൽ പാടില്ല എന്ന് പറയുന്നു. കാരണം അത്രത്തോളമുള്ള ഒരു ശാരീരിക പ്രക്രിയ, ജനിതകമായിട്ടുള്ള പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ അത്രയും വിഷയങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടതായിട്ട് പറയപ്പെടുന്നു. അല്ലാത്തതായിട്ടുള്ള ഒരു അശുദ്ധിയും അപ്രകാരമുള്ള സ്ത്രീകളിൽ പറയുന്നില്ല. അത് അനീതിയാണെന്ന് പറയപ്പെടുന്നു. അപ്രകാരമുള്ള സ്ത്രീകളിൽ മാസ പ്രക്രിയ നടക്കുന്ന സമയങ്ങളിൽ ഹൈന്ദവ വീടുകളിൽ വിളക്ക് വയ്ക്കാൻ പാടില്ല എന്നുള്ളവർ പറയുന്നു. വളരെ തെറ്റായിട്ടുള്ള ഒരു അറിവാണ്. അപ്രകാരമുള്ള അറിവിൽ നിന്ന് എല്ലാവരും ആ അറിവിനെ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാ ദിവസവും വീട്ടിൽ വിളക്ക് വയ്ക്കുന്നുണ്ടെങ്കിൽ ആ സന്ധ്യാസമയങ്ങളിൽ വിളക്ക് വയ്ക്കിന് അപ്രകാരമുള്ളൊരു കാര്യം തടസ്സമായി കാണാതെ അവരല്ലാത്തതായിട്ടുള്ള ആരെങ്കിലും അപ്രകാരമുള്ള കാര്യങ്ങൾ സന്ധ്യാദീപം തെളിയിക്കുന്ന സമയങ്ങളിൽ തെളിയിക്കണം എന്ന് പറയുന്നു. അപ്രകാരം സന്ധ്യാസമയത്ത് ദീപം തെളിയിക്കുന്ന സമയത്ത് നമ്മളിൽ ജീവിച്ചിരിക്കുന്നവരെയും മരണപ്പെട്ടവരെയും ഓർത്ത് നമ്മളുടെ നന്ദിയും നമുക്ക് അവരോടുള്ള കൃപയും വാത്സല്യവും നമ്മൾ സ്മരണേന അവരെ അറിയിക്കണം എന്ന് പറയുന്നു. അത് മരിച്ചു പോയവരോടായിക്കൊണ്ടും നമ്മളെ വളർത്തി വലിയവരാക്കിയവരോടും ഇന്ന് സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നവരോടും നമ്മൾ മനസ്സുകൊണ്ട് അവരെ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നു. അത് ജീവിച്ചിരിക്കുന്നവരിൽ ഉള്ള ഓരോ ചെറുതോ വലുതോ ആയിട്ടുള്ള ഓരോ വിഷമങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്രകാരമുള്ള നല്ല പ്രാർത്ഥന അവർക്ക് മാനസികപരമായിട്ടുള്ള ആനന്ദം കൈവരുത്തുന്നു എന്ന് പറയുന്നു. ഏവരെയും ഈ ലോകത്തിലുള്ള ഭൂഖണ്ഡത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും സ്മരിച്ചുകൊണ്ട് എല്ലാ ദേവീദേവന്മാരെയും ഭൂലോകത്തിലുണ്ടായിട്ടുള്ള സർവ്വശ്രീശ്വരന്മാരെയും സർവ്വ ആചാര്യന്മാരെയും സർവ്വ പണ്ഡിതന്മാരെയും ജാതി മതഭേദമന്യേ മനുഷ്യകുലത്തിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള ഗുരുകാരണവന്മാരെയും പണ്ഡിതന്മാരെയും ഋഷിമാരെയും സന്യാസിമാരെയും മനസ്സാ സ്മരിച്ചുകൊണ്ട് ലോകസമാധാനത്തിനും ശാന്തിക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയവൻ്റെ പ്രണാമം എല്ലാവരുടെയും തൃപാദത്തിങ്കൽ സമർപ്പിച്ചുകൊണ്ട്